ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. റവ ഉപയോഗിച്ച് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവുന്നൊരു നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് റവയും അതുപോലെ 1 കപ്പ് മൈദയും. ഞാൻ പ്രത്യേക കപ്പളവിനല്ല എടുത്തത്. ഈ ബൗളിന്, ഈ ചെറിയ ബൗളിന് 1 കപ്പ് മൈദ എടുത്തെങ്കിൽ അതേ ബൗളിന് 2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ചെറിയ കപ്പൊന്നും ഇല്ലെങ്കിൽ വീട്ടിലുള്ള ഗ്ലാസ് എടുക്കുക. 1 ഗ്ലാസ് റവയ്ക്ക് 1 ഗ്ലാസ് മൈദാ മാവിന് 2 ഗ്ലാസ് റവ, അതേ കണക്കിന് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന്. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് നമ്മുടെ 2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ, 1 കപ്പ് മൈദ, അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. ഇനി ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു കളറ് കിട്ടാൻ, നല്ലൊരു യെല്ലോയിഷ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മഞ്ഞൾപ്പൊടി ചേർത്തത്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ള്, കറുത്ത എള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാരണ ഇതിൽ ജീരകമാണ് ചേർക്കുന്നത്. ഞാൻ വ്യത്യസ്തമായിട്ട് ഇന്ന് എള്ള് ചേർത്തു എന്നേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എള്ള് ചേർക്കാം, അല്ലെങ്കിൽ ജീരകം, ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ഡാൽഡയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം നെയ്യാണ് കൂടുതൽ ടേസ്റ്റ്. എൻ്റെ അടുത്ത് നെയ്യ് വളരെ കുറവാണ്. അപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ഉണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. ഇപ്പോൾ എൻ്റെ അടുത്ത് നെയ്യ് തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഡാൽഡയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് എടുത്തത്. ഡാൽഡ വെച്ചിട്ടും ചെയ്യാം, നെയ്യാണെങ്കിൽ കൂടുതൽ സ്വാദിഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മുടെ ഈ ഇപ്പോൾ ഒഴിച്ച് ഡാൽഡയും അത് ഗീയും എല്ലാം കൂടെ, നമ്മുടെ ഫ്ലോറും എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക. ഇതുപോലെ തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തരിയുള്ളത് നിങ്ങൾ കൈ ഉപയോഗിച്ച് ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചൂടുവെള്ളം ആയതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ആ ചൂടൊന്ന് ജസ്റ്റ് ആറുമ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി കൈ കൊണ്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒരു ഡോയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിന് ആവശ്യം അനുസരിച്ചിട്ടുള്ള വെള്ളമാണ് നിങ്ങളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾ കുറേശ്ശെ വേണം ഒഴിച്ച് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓവറായിട്ട് ഒഴിച്ച് ലൂസായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ആവശ്യം അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം എടുത്തതും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുഴുവൻ വെള്ളവും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എനിക്കിപ്പോൾ ഇത് മതി, നന്നായിട്ട് മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഇത്രയും വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല പോലെ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു സർഫേസ് നല്ല ക്ലീൻ ആക്കുക. ക്ലീൻ ആക്കിയ സർഫേസിലേക്ക് നമുക്കിത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പേഞ്ഞെടുക്കാം. ഇതുപോലെ ഒന്ന് പേഞ്ഞെടുത്ത ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പേഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഞാനൊരു ചപ്പാത്തി റോളർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പരത്തുന്നുണ്ട്. ഇതിപ്പോൾ നല്ല വലിപ്പം ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് 2 പാർട്ടാക്കാം. ഞാൻ പകുതി ഇതിൽ നിന്നും മാറ്റിയിട്ട് നമുക്ക് ബാക്കി പിന്നെ ചെയ്യാം. ഞാൻ ഇപ്പോൾ പകുതി വെച്ചിട്ട് കാണിച്ചു തരാം. ഇച്ചിരി വലിപ്പം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഒരുപാട് സ്നാക്ക് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തതിൻ്റെ പകുതി എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു ഡോ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഒരുപാട് അങ്ങ് കട്ടിയും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടി കുറഞ്ഞും പോവരുത്. കുറച്ച് കട്ടിക്ക് വേണം എടുക്കാൻ, എന്നാൽ കട്ടി കൂടുകയും അരുത്. ആ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. കണ്ടോ,
അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതുപോലെ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തിയെക്കാട്ടിലും ഒരിത്തിരി കൂടി കട്ടി വേണം. ഒരുപാടങ്ങ് കട്ടിപ്പോയാലും ഇത് അത്ര റെഡിയാവില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ആക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ അടുത്തുള്ള ഒരു അടപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ വലിപ്പത്തിനുള്ള അടപ്പില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒന്നെങ്കിൽ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം, കുറച്ചുകൂടി വലിപ്പം കാണും. അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പില്ലേ, ചെറിയ കുപ്പികളുടെ അടപ്പ്, അതാണെങ്കിലും മതിയാവും. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്ന് നല്ല വ്യക്തമായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് പ്രസ് ചെയ്ത് ആദ്യത്തെ ഈ ഒരു പാർട്ടങ്ങ് മാറ്റിക്കളയാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. കണ്ടോ, ഇതാണ് നമ്മുടെ ആ ഒരു ഷേപ്പ്. ഇതേ ഷേപ്പിന് വേണം നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒന്ന് വ്യക്തമായിട്ട് ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മുടെ അടപ്പ് ഇനി ഇതിൻ്റെ മുകളിൽ, നമ്മളിപ്പോൾ കട്ട് ചെയ്തതിൻ്റെ മുകളിൽ വെച്ചിട്ട് വീണ്ടും പ്രസ് ചെയ്യുക. അത് താഴോട്ടാക്കുക. കണ്ടോ, താഴോട്ടാക്കുമ്പോൾ ആ അടപ്പിൽ തന്നെ ഒട്ടിയിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കുന്നത്. നമ്മളിപ്പോൾ ആ കട്ട് ചെയ്ത് അതേ മുകളിൽ നമുക്കിത് കട്ട് ചെയ്ത് പോവാം. എന്നിട്ട് വീണ്ടും ഇപ്പുറത്തെ സൈഡ് വെച്ചിട്ട് വീണ്ടും ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. കണ്ടോ, ഞാൻ അതേ അവിടെ തന്നെ വീണ്ടും ആ അടപ്പ് കുറച്ചുകൂടി മുകളിലോട്ട് വെച്ചിട്ടാണ് വീണ്ടും താഴോട്ട് പ്രസ് ചെയ്തത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മൾ നേരത്തെ മാറ്റി വെച്ചത് വീണ്ടും ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അതിന് നമുക്ക് അടുപ്പിലോട്ട് ഒരു കടായി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറച്ച് തോനെ വേണമെങ്കിൽ ആ എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന അത്രയും വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. മുഴുവനായിട്ടും ഇടണ്ട, നമുക്ക് ഇതിൽ കൊള്ളുന്ന അത്രയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇട്ട ഉടനെ തന്നെ നിങ്ങളിത് ഇളക്കി കൊടുക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നത്. ഒന്ന് ജസ്റ്റ് അതിൻ്റെ പുറമൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവും, ഒന്ന് ചേഞ്ച് ആയി വേറൊരു കളർ പോലെ ഒന്ന് മാറും, ആ കളർ ഒന്ന് മാറും. അപ്പോൾ വേണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇളക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകാനിടയുണ്ട്. ഇങ്ങനെ നന്നായിട്ട് ആ പുറം ഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്നത് നമുക്ക് കാണാം. എണ്ണയിലിട്ട് ഒരു 30 സെക്കൻഡ് ആകുമ്പോഴേ ആ കളർ ചേഞ്ച് വരും. അപ്പോൾ വേണം നിങ്ങൾ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നാലേ എല്ലാ ഭാഗവും നന്നായിട്ട് മുരിഞ്ഞു കിട്ടത്തുള്ളൂ. ശരിക്കും നല്ല ക്രിസ്പിയാണ്, നല്ല നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചായ പലഹാരം തന്നെയാണിത്. അപ്പോൾ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരം തന്നെയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു, ഞാൻ മൈദയ്ക്ക് പകരം നമുക്ക് തീർച്ചയായിട്ടും ഗോതമ്പ് മാവ് ഉപയോഗിക്കാം. ആ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞാൻ നല്ലൊരു കളർ കിട്ടട്ടെ എന്ന് പറഞ്ഞാണ് മൈദ ചേർത്തത്. നമുക്ക് തീർച്ചയായിട്ടും ഗോതമ്പ് പൊടി, ആട്ടാമാവ് ഏത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് റവയുടെ കൂടെ ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ
റെസിപ്പികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.